തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ എന്ന യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് എന്തിനാണ്? ആരാണ് അതിന് ഉത്തരവാദി? 2 ആഴ്ച പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിത്. മേഘയുടെ കുടുംബം ഉന്നയിക്കുന്നത് പോലെ മലപ്പുറം സ്വദേശിയായ യുവാവിന് കേസിൽ പങ്കുണ്ടോ? അവളെ അയാൾ എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത്? പല സംശയങ്ങളും ദുരൂഹതയും ഉയരുന്ന കേസിൽ പോലീസ് എന്തുകൊണ്ടാണ് ഇതുവരെയും IB ഉദ്യോഗസ്ഥനായ യുവാവിനെ ചോദ്യം ചെയ്യാത്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം. ഇതോടൊപ്പം യമനിലെ ജയിലിൽ നിന്നും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശം കൂടി കേട്ടു. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ വിഫലമാകുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പത്തനംതിട്ട കൂടലിന് സമീപം അതിരുങ്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മാതാപിതാക്കളുടെ ഏക മകൾ. എല്ലാവരെയും പോലെ മകളെക്കുറിച്ച് അവരും വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്. അവളുടെ ജീവിതത്തിലെ ഓരോ വളർച്ചയും ആ അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷയായിരുന്നു. സ്കൂൾ തലം മുതൽ പഠിക്കാൻ മിടുക്കി, ക്ലാസ്സിൽ 1ാം റാങ്കുകാരി. 24-ാം വയസ്സിൽ അവളുടെ ആഗ്രഹം പോലെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി. എന്നാൽ IBയിലെ ട്രെയിനിങ്ങിനിടെ കണ്ടുമുട്ടിയ മലപ്പുറം സ്വദേശിയുമായുള്ള പ്രണയം മേഘയുടെ ജീവിതത്തെ തകിടം മറിച്ചു. പിന്നീട് പ്രണയത്തകർച്ചയും ആത്മഹത്യയും. IB ഉദ്യോഗസ്ഥനായ ആൺ സുഹൃത്ത് യുവതിയെ മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പുതിയ ആരോപണം. കേസിൽ യുവാവിനെ ഉടൻ ചോദ്യം ചെയ്യാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്. മേഘയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് സാമ്പത്തിക ചൂഷണം നടന്നതായി വിവരങ്ങൾ കുടുംബത്തിന് ലഭിച്ചത്. സുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ മലപ്പുറം എടപ്പാൾ സ്വദേശിക്ക് മേഘ പലപ്പോഴായി പണം അയച്ചു നൽകിയത് രേഖകളിലുണ്ട്. ഫെബ്രുവരി മാസത്തിലെ ശമ്പളമടക്കം മുഴുവൻ തുകയും മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ഇയാൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും മരിക്കുന്ന ദിവസം 80 രൂപ മാത്രമാണ് മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതെന്നും പിതാവ് പറയുന്നു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും മേഘയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലെന്നും ഇക്കാര്യങ്ങൾ പേട്ട പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ഇരുവരും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും പലവട്ടം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ചെലവുകൾ മേഘയുടെ പണം ഉപയോഗിച്ചാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജോലി സംബന്ധമായ പരിശീലന സമയത്താണ് മലപ്പുറം സ്വദേശിയുമായ മേഘ പരിചയത്തിലാകുന്നത്. പിന്നീടാണ് ഇരുവരും പ്രണയത്തിലായത്. അടുത്തിടെ പ്രണയത്തിൽ നിന്ന് സുഹൃത്ത് പിന്മാറിയതും മേഘയെ മാനസികമായി തകർത്തു. അവസാനമായി ഫോണിൽ മേഘ സുഹൃത്തുമായി സംസാരിച്ചതിന് ശേഷമാണ് മാർച്ച് 14-ന് ചാക്ക റെയിൽവേ ട്രാക്കിൽ മേഘയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട അതിരുങ്കൽ സ്വദേശിനിയായ മേഘയുടെ മരണം പ്രണയ നൈരാശ്യത്തിലുള്ള നിരാശയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 പത്തനംതിട്ട. യമനിലെ ജയിലിൽ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ. ഏതു സമയവും വധശിക്ഷ നടപ്പാക്കിയേക്കാമെന്ന ആശങ്ക ഉള്ളിലുണ്ട്. തന്റെ ജീവിതം പിച്ചി ചീന്തിയവനെ വകവരുത്തിയ കുറ്റത്തിനാണ് നിമിഷയെ തൂക്കിക്കൊല്ലാൻ യമൻ കോടതി ശിക്ഷ വിധിച്ചത്. പാലക്കാട് സ്വദേശിനിയായ യുവതിയുടെ മോചനത്തിന് സർക്കാർ തലത്തിലുൾപ്പെടെ പല രീതിയിലുള്ള ഇടപെടലുകളും നടന്നതാണ്. എന്നാൽ എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുന്നു. വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെന്ന് ഒരു വനിതാ അഭിഭാഷകയാണ് ജയിലിലേക്ക് ഫോൺ ചെയ്ത് നിമിഷപ്രിയയെ അറിയിച്ചത്. പെരുന്നാളിന് ശേഷം വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിമിഷയുടെ ആശങ്ക.
നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നവർക്ക് നിരാശ നൽകുന്നതായിരുന്നു ആ ശബ്ദ സന്ദേശം. യമനിലെ ജയിലിൽ നിന്നും നിമിഷപ്രിയ തന്നെ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ തന്റെ വധശിക്ഷ ഉടൻ നടപ്പിലാക്കിയേക്കുമെന്ന ആശങ്കയാണ് അവർ പങ്കുവച്ചത്. ഞാനിപ്പോൾ 14 ശേഷം ഇവിടുത്തെ കുറച്ചു കാലം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ്, ഇവിടുത്തെ ഒരു വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ, അതുമായിട്ട് അവർ തന്നെ ഫോണിൽ, ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? മോചനത്തിനായി പരിശ്രമിക്കുന്നവർക്ക് നിരാശ നൽകിയ മണിക്കൂറുകൾ. എന്നാൽ പിന്നാലെ എത്തിയ യമൻ ജയിൽ അധികൃതരുടെ വിശദീകരണം വീണ്ടും പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ചു. നിമിഷപ്രിയ ആശങ്കപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഒരറിയിപ്പും ജയിൽ അധികൃതർക്ക് കിട്ടിയിട്ടില്ല. യമൻ പൗരനെ കൊല ചെയ്ത കുറ്റത്തിന് വധശിക്ഷ കാത്തു വർഷങ്ങളായി നിമിഷപ്രിയ ജയിലിലാണ്. വധശിക്ഷ യമൻ സുപ്രീം കൗൺസിലും ശരിവച്ചതോടെ കോടതിക്ക് പുറത്തെ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾക്കൊപ്പം അമ്മ പ്രേമകുമാരിയും മാസങ്ങളായി യമനിൽ തങ്ങുകയാണ്. മരണപ്പെട്ട യമനീസ് പൗരന്റെ ബന്ധുക്കൾക്ക് ദയാധനം നൽകി മോചനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. യമൻ പൗരന്റെ ബന്ധുക്കളുമായി പലവട്ടം ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടും അതും ഫലം കണ്ടിട്ടില്ല. യമനിൽ കൃത്യമായ ഭരണ സംവിധാനമില്ലാത്തതിനാൽ കേന്ദ്ര സർക്കാരിനും ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. റമദാൻ മാസം പൂർത്തിയാവുന്നതോടെ വധശിക്ഷാ നടപടിക്രമങ്ങൾക്ക് വേഗത കൈവന്നേക്കാം. അതിനു മുമ്പായി യമൻ പൗരന്റെ കുടുംബാംഗങ്ങളുമായി ധാരണയെത്തണം. പുതിയ സാഹചര്യത്തിൽ ചർച്ചകൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് അട്ടിമറിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഗുണ്ടാ നേതാവായ സന്തോഷിനെ കൊലപ്പെടുത്തി 2 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യപ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യപ്രതി പങ്കജ് മേനോനെ സംരക്ഷിക്കുന്നത് CPM ആണോ? പങ്കജും കൊടി സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ കൊലയാളി സംഘത്തിൽപ്പെട്ട അതുൽ ആലുവയിൽ വെച്ച് പോലീസിന്റെ മുന്നിൽപ്പെട്ടെങ്കിലും പിടികൊടുക്കാതെ കടന്നുകളഞ്ഞു. സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതികൾ പരിശീലനം നടത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് സന്തോഷിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് പ്രതികൾ മനുവിന്റെ വീട്ടിലാണ് ഒത്തുകൂടിയത്. കൊലപാതക രീതിയെക്കുറിച്ച് പരിശീലനം നടത്താനായിരുന്നു ഈ ഒത്തുചേരൽ. കൊലപാതകം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് മനുവിന്റെ വീട്ടിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിശീലനം. എന്നാൽ സൗഹൃദത്തിന്റെ പേരിലാണ് എല്ലാവരും വീട്ടിലെത്തിയതെന്നാണ് മനു പോലീസിന് ആദ്യം നൽകിയ മൊഴി. പ്രതികൾക്ക് കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് മനു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മനുവിനെതിരെ ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതി രാജപ്പനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജപ്പൻ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുകയാണ്. രാജപ്പനെയും ചക്കര അതുലിനെയുമാണ് പോലീസ് പിടികൂടിയത്. 1-ാം പ്രതി ആലുവ അതുൽ, 2-ാം പ്രതി പ്യാരി, 3-ാം പ്രതി ഹരി എന്നിവരാണ് ഇനി പിടിയിലാകാനുള്ളത്. അതിനിടെ സന്തോഷ് കൊലക്കേസിലെ മുഖ്യപ്രതി ആലുവ അതുൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതായും വിവരമുണ്ട്. ആലുവ എടത്തലയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രതി സഞ്ചരിച്ച കാർ പോലീസ് തടഞ്ഞെങ്കിലും അയാൾ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സമയം ഭാര്യയും കുഞ്ഞും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ കാറിനുള്ളിൽ ഉപേക്ഷിച്ചാണ് അതുൽ കടന്നു കളഞ്ഞത്. സംഘത്തിന് കൊട്ടേഷൻ നൽകിയതായി സംശയിക്കുന്ന പങ്കജിനായി അന്വേഷണം നടക്കുമ്പോഴാണ് ഇയാൾക്ക് CPM ബന്ധമുള്ളതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നത്. പങ്കജിന്റെ ഫേസ്ബുക്കിൽ TP വധക്കേസ് പ്രതി കുടിസിനിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു.
CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കരുനാഗപ്പള്ളിയിലെ PK ബാലചന്ദ്രനും പങ്കജും ഒന്നിച്ചുള്ള ചിത്രം മുൻപ് പാർട്ടി വിഭാഗീയതയ്ക്ക് വഴിവെച്ചതാണ്. കൊലപാതകം നടന്ന് 2 ദിവസമായിട്ടും പ്രധാന പ്രതികളെ ഇതുവരെയും പോലീസിന് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 കരുനാഗപ്പള്ളി. തൊടുപുഴയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പേർ കുടുങ്ങുമോ? മുഖ്യപ്രതി ജോമോന്റെ ഭാര്യയെയും പ്രതി ചേർക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ ജോമോന്റെ ഭാര്യയും കൂട്ടുനിന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന കൊട്ടേഷൻ സംഘം ആദ്യമെത്തിയത് ഇവരുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഇടിവള ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദനം. മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മൃതദേഹം മാൻഹോളിൽ കൊണ്ടുപോയി തള്ളിയത്. മാർച്ച് 20 പുലർച്ചെയാണ് തൊടുപുഴ സ്വദേശി ബിജുവിനെ മുഖ്യപ്രതി ജോമോനും സംഘവും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. ബിജുവിനെ ആദ്യം എത്തിച്ചത് 1-ാം പ്രതിയായ ജോമോന്റെ വീട്ടിലേക്കെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ജോമോന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലേക്ക് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു ആദ്യം ആലോചിച്ചത്. എന്നാൽ യാത്രക്കിടെ ജോമോന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. ബിജുവിനെ വാനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോമോന്റെ ഇളയ മകൻ ഉപയോഗിക്കുന്ന മുറിയിലേക്കാണ് ബിജുവിനെ കൊണ്ടുപോയത്. ഇവിടെയും മർദ്ദനം തുടർന്നു. പിന്നീട് ഇടിവള ഉപയോഗിച്ച് ബിജുവിനെ തുടർച്ചയായി മർദ്ദിച്ചു. ക്രൂരമായ ആക്രമണത്തിനിരയായ ബിജു മരിച്ചെന്ന് മനസ്സിലായത് ജോമോന്റെ വീട്ടിൽ വച്ചാണ്. തുടർന്നാണ് മൃതദേഹം ഗോഡൌണിലെത്തിച്ച് മാൻഹോളിൽ കുഴിച്ചു മൂടിയത്. ബിജുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ജോമോന്റെ ഭാര്യ കണ്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പരിശോധനയിൽ ജോമോന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. 3-ാം പ്രതി മുഹമ്മദ് അസ്ലമും 1-ാം പ്രതി ജോമോനും കൃത്യം നടക്കുമ്പോൾ ഇട്ടിരുന്ന ചോര പുരണ്ട വസ്ത്രവും ബിജുവിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച 2 ഇടിവളകളും തെളിവെടുപ്പിൽ കണ്ടെടുത്തിരുന്നു. മുറിയിലും വസ്ത്രത്തിലും പുരണ്ട രക്തം ബിജുവിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും. ജോമോന്റെ വീട്ടിലെ തറയിൽ നിന്ന് രക്തക്കറ തുടച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ജോമോന്റെ ഭാര്യയുടെ പങ്കാളിത്തം പോലീസ് സംശയിക്കുന്നത്. വീടിന് മുറ്റത്ത് തീ കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. രക്തം പുരണ്ട വസ്ത്രങ്ങളാണോ കത്തിച്ചതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാകും പ്രതിപട്ടിക വിപുലീകരിക്കുകയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് 18 തൊടുപുഴ. കൊച്ചിയിൽ പോലീസിന് നേരെ വീണ്ടും ആക്രമണം. ബംഗാൾ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കടവന്ത്ര സ്റ്റേഷനിലെ CPOമാരായ ഷിബുലാൽ, ലിൻഡോ ഏലിയാസ് എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. പിന്നീട് പ്രതിയെ ബലപ്രയോഗത്തിലൂടെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചെങ്കിലും അയാൾ അവിടെയും അക്രമാസക്തനായി. ഒടുവിൽ മദ്യത്തിന്റെ കെട്ടടങ്ങിയതോടെ ശാന്തനായ യുവാവ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി വൈറ്റില പാലത്തിന് സമീപമാണ് സംഭവം. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ബംഗാൾ സ്വദേശി തപൻ നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് പ്രദേശവാസികൾ കടവന്ത്ര പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി തപനെ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റുന്നതിനിടെയാണ് പരാക്രമം ഉണ്ടായത്. പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടെ CPOമാരായ ഷിജു രാജ്, ലിൻഡോ ഏലിയാസ് എന്നിവരുടെ കൈയിൽ കടിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും പ്രതി അക്രമാസക്തനായി. എന്നാൽ ലഹരിയുടെ കെട്ടടങ്ങിയതോടെ പ്രതി ഇപ്പോൾ ശാന്തനാണ്. താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് തപൻ പറയുന്നത്. 19 വയസ്സുകാരനായ തപന് തിരിച്ചറിയൽ രേഖകളിൽ നിന്നും പോലീസ് പറയുന്നു.
വൈറ്റില പാലത്തിന് സമീപം താമസിക്കുന്ന പ്രതി കൊച്ചിയിലെത്തിയിട്ട് 3 മാസമായി. കഴിഞ്ഞ ദിവസവും കൊച്ചിയിൽ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അയ്യമ്പുഴയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ യുവതിയും യുവാവിനെയും കണ്ടത് തിരക്കിയപ്പോഴാണ് ഇരുവരും പോലീസിന് നേരെ തിരിഞ്ഞത്. ആക്രമണത്തിൽ SIയുടെ മൂക്കിടിച്ച് തകർക്കുകയായിരുന്നു. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കൊച്ചി. മുൻ ADM നവീൻ ബാബുവിനെ അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രണം നടത്തി. യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് ADMനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടാണ്. വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കി. സ്വന്തം ഫോണിൽ നിന്ന് ദിവ്യ പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യക്കെതിരായ കുറ്റങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദിവ്യ മാത്രമാണ് പ്രതി. മുൻ ADM നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ശ്രീജിത്ത് കൊടേരിയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ദിവ്യയുടെ അധിക്ഷേപത്തിൽ മനം നൊന്താണ് നവീൻ ബാബു ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നുമാണ് കുറ്റപത്രം. സംഭവം നടന്ന് 166 ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം ഹാജരാക്കിയത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒന്നും ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് നവീന്റെ കുടുംബാംഗങ്ങളടക്കം 97 പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആത്മഹത്യക്ക് മുൻപ് നവീൻ ബാബു 2 തവണ ക്വാർട്ടേഴ്സിലെത്തിയെന്നും നാട്ടിലേക്കുള്ള ട്രെയിൻ പോയതിനു ശേഷവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ട്രെയിൻ പോയതറിഞ്ഞിട്ടും പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകൾ ചെലവഴിച്ചെന്നും ആത്മഹത്യ ചെയ്യുന്നത് പുലർച്ചെ 4:52 ശേഷമാണെന്നും കുറ്റപത്രത്തിലുണ്ട്. 3 ഭാഗങ്ങളായി 400-ലധികം പേജുകളുള്ളതാണ് കുറ്റപത്രം. കലക്ടറേറ്റിലെ ജീവനക്കാർ PP ദിവ്യക്കെതിരായാണ് മൊഴി നൽകിയതെന്നാണ് വിവരം. 2024 ഒക്ടോബർ 14-നാണ് ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PP ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ്. തുടക്കത്തിൽ അസ്വാഭാവിക മരണമായിരുന്നെങ്കിൽ വൈകാതെ PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണത്തിന് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും CPM ദിവ്യയെ ഒഴിവാക്കി. ന്യൂസ് 18 കണ്ണൂർ. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗികമായി വേട്ടയാടുന്ന കഴുകന്മാരുടെ ഇടയിൽ നമ്മുടെ മക്കളെ എങ്ങനെ സുരക്ഷിതമായി വളർത്തും? മാതാപിതാക്കളുടെ കണ്ണൊന്നു തെറ്റിയാൽ മതി കുട്ടികളുടെ ജീവിതം അപകടത്തിൽപ്പെടാൻ. പാലക്കാട് 11-കാരനെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് മുടിവെട്ടാൻ എത്തിയപ്പോഴാണ്. കുട്ടി അധ്യാപകരോട് കാര്യം പറയുമ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. കേസിൽ കരിമ്പ സ്വദേശി വിനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ശാസ്താംകോട്ടയിൽ ബുദ്ധിമാന്ദ്യമുള്ള യുവതിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മാനഭംഗം ചെയ്യാൻ ശ്രമമുണ്ടായി. ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി ശ്രീകുമാർ യുവതിയെ വാഹനത്തിൽ കയറ്റിയത്. കൊല്ലം ശാസ്താംകോട്ടയിൽ ബുദ്ധിമാന്ദ്യമുള്ള യുവതിയെയാണ് ചായ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പിക്കപ്പ് വാനിലാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ പ്രതി പിടിയിലായി. പടിഞ്ഞാറേക്കല്ലട സ്വദേശി ശ്രീകുമാറാണ് അറസ്റ്റിലായത്. നടന്നു പോവുകയായിരുന്ന യുവതിയുടെ അടുക്കൽ പിക്കപ്പ് വാൻ നിർത്തിയ ശേഷം ചായ കുടിക്കാൻ വിളിക്കുകയും ഒഴിഞ്ഞു മാറിയപ്പോൾ ബലമായി വാഹനത്തിൽ പിടിച്ചുകയറ്റി കുറ്റിയിൽ മുക്കുഭാഗത്തെത്തിച്ച് ഉപദ്രവിക്കുകയുമായിരുന്നു. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് ശാസ്താംകോട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സ്ത്രീകളെ ഉപദ്രവിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്
ശ്രീകുമാർ എന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് കല്ലടിക്കോടാണ് 11-കാരന് ദുരനുഭവം ഉണ്ടായത്. തലമുടി വെട്ടിക്കാൻ ബാർബർ ഷോപ്പിലെത്തിയപ്പോൾ കടക്കാരൻ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നാണ് കുട്ടിയുടെ മൊഴി. കുട്ടി വിവരം അധ്യാപകരെ അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. തുടർന്ന് അധ്യാപകർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കരിമ്പ സ്വദേശി KM ബിനോജിനെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചു. പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 പാലക്കാട്, കൊല്ലം. ലൈംഗിക ദാരിദ്ര്യം സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇക്കാര്യം സാധൂകരിക്കുന്ന സംഭവങ്ങൾ ദിവസേന എന്നോണമാണ് നാട്ടിൽ നടക്കുന്നത്. ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 22-കാരന് 61 വർഷം തടവ് ശിക്ഷ. പ്രതി 67,500 രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതി ഉത്തരവിലുണ്ട്. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ശിക്ഷാവിധി. കടയ്ക്കൽ സ്വദേശി 22-കാരൻ നീരജിനെയാണ് 61 വർഷം കഠിന തടവിനും 67,500 രൂപ പിഴയും ശിക്ഷിച്ചത്. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് അഞ്ജുമീര ബിർളയാണ് ശിക്ഷ വിധിച്ചത്. 2022 ജൂൺ മാസം 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 7ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതി അതിക്രമിച്ചു കയറുകയും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അശ്ലീല ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു. വിവരം പുറത്താരോടെങ്കിലും പറഞ്ഞാൽ അശ്ലീല ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദൃശ്യങ്ങൾ കാണിച്ച ഇയാൾ പലതവണ കുട്ടിയെ പീഡിപ്പിച്ചതായി കോടതിയിൽ തെളിഞ്ഞു. 2022 കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ CI S രാജേഷാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ഷിബു C തോമസ് ഹാജരായി. ന്യൂസ് 18 കൊട്ടാരക്കര. ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരികെ എടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മോഷണം. കോട്ടയം കളത്തിപ്പടിയിലെ വീട്ടിലാണ് ആരുമില്ലാതിരുന്ന തക്കത്തിന് കള്ളൻ കയറിയത്. വീടിന്റെ പിൻഭാഗത്തെ കതക് കുത്തിത്തുറന്ന് 5 പവനോളം സ്വർണവും പണവും അപഹരിച്ചു. വീട്ടമ്മയുടെ പരാതിയിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞ മോഷണമാണ് കോട്ടയം കളത്തിപ്പടിയിലുണ്ടായത്. കളത്തിപ്പടി തൊട്ടിയിൽ ജയനമ്മ ജോയിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം മോഷണം നടന്നത്. ജയനമ്മയുടെ മകനാണ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പോയി പണയത്തിലിരുന്ന സ്വർണം എടുത്തത്. ഇത് വീട്ടിൽ കൊണ്ടുവച്ച് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് മോഷണം. വെള്ളിയാഴ്ച 12 മണിയോടെയാണ് മകൻ സ്വർണം വീട്ടിലേൽപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ജയനമ്മയും മകളും കൊച്ചുമകനുമായി ടൗണിൽ പോയി. 5 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത്. ഞാൻ മാങ്ങാനം ബാങ്കിൽ ഇതും പണയനിരിക്കുമായിരുന്നു. സ്വർണ്ണം 1 വർഷമായിട്ട് അവിടെ പണയനിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെന്ന് 1.5 ലക്ഷം രൂപ മുടക്കി ഇന്നലെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൊടുത്ത് അമ്മയുടെ കൊടുത്ത് അമ്മ എന്നാ സ്വർണ്ണം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇവർ പിന്നെ ഇതിനങ്ങ് പോയി. അമ്മയും പെങ്ങളും കൊച്ചും കൂടെ സ്കൂളിൽ പഠിക്കാൻ പോയി. അത് പഠിക്കാൻ പോയി. പിന്നെ എന്നെ വൈകിട്ട് വിളിച്ച് പറയുന്നത് എടാ സ്വർണം പോയി കാണുന്നില്ലെന്നും പറഞ്ഞു. കഥവും തുറന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു. ഒരു കിടന്ന് ഭയങ്കര ബഹളം. നഷ്ടപ്പെട്ടത് ഒരു ഷോമാല, ഒരു വള, ഒരു 2 ചെറിയ കമ്മല്, ഒരു സാധനമായത്, ഒരു മോതിരം. വീടിന്റെ പിൻഭാഗത്തെ കതക് കുത്തിത്തുറന്ന നിലയിലായിരുന്നു. മോഷ്ടാവ് 5 പവനോളം സ്വർണവും 3,500 രൂപയുമാണ് അപഹരിച്ചത്. ജയനമ്മ കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിൽ കണക്കിൽപ്പെടാത്ത 2 കോടിയോളം രൂപ. ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ പോലീസിനെ കണ്ട് പരിങ്ങിയതോടെയാണ് പിടിവീണത്.
3 ബാഗുകളിലായി സൂക്ഷിച്ച പണം മറ്റൊരാൾക്ക് കൈമാറുന്നതിനായി കാത്തു നിൽക്കുകയായിരുന്ന 2 അംഗ സംഘമാണ് പിടിയിലായത്. കേസിൽ തമിഴ്നാട് സ്വദേശി രാജഗോപാൽ, ബീഹാർ സ്വദേശി സബിൻ അഹമ്മദ് എന്നിവരെ ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ തുണിക്കടയിൽ ജീവനക്കാരാണ് പിടിയിലായത്. ഒരു വ്യാപാരിയാണ് രേഖകളില്ലാത്ത പണം കൊടുത്തുവിട്ടതെന്നാണ് സൂചന. ഉച്ചകഴിഞ്ഞ് പതിവുള്ള വാഹന പരിശോധനയ്ക്കിടെയാണ് പണവുമായി വരികയായിരുന്ന ഓട്ടോറിക്ഷ പിടികൂടിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിനടുത്ത് BOT പാലത്തിന് സമീപമുള്ള വാക്ക്വേയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു പോലീസിന്റെ പരിശോധന. ഓട്ടോയിൽ ഇരുന്നിരുന്ന 2 പേരും പോലീസിനെ കണ്ട് പരിങ്ങുന്നത് കണ്ടാണ് വാഹനം പരിശോധിക്കുന്നതും ബാഗിൽ അടുക്കി വെച്ച നിലയിൽ പണം കണ്ടെത്തുന്നതും. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ ഒരു വ്യാപാരി കൊടുത്തുവിട്ട പണമാണെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് എറണാകുളം സൗത്ത് ACP P. രാജ്കുമാർ പറഞ്ഞു. ഏതാണ്ട് 2.5 കോടിയിലധികം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയെ കാണുകയുണ്ടായി. ആ ഓട്ടോറിക്ഷയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തെ അവരുടെ ആ പരിങ്ങൽ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എൻ്റെ ബിഗ് ഷോപ്പർ കാണുകയുണ്ടായി. ആ ബിഗ് ഷോപ്പറിൽ ഉള്ള പരിശോധനയിൽ നിന്നാണ് ഇത്രയും വലിയൊരു എമൗണ്ട് കാണപ്പെട്ടത്. പിടിയിലായ ഓട്ടോ ഡ്രൈവർ രാജഗോപാൽ 20 വർഷമായി വൈറ്റ്ലയിൽ താമസിക്കുന്ന ആളാണ്. ബീഹാർ സ്വദേശിയായ സബിൻ അഹമ്മദ് തുണിക്കടയിൽ ജീവനക്കാരനാണ്. ഇവർക്ക് പരസ്പരം അറിയില്ലെന്നും പോലീസ് പറയുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സ്ഥലത്തെത്തിയ മറ്റൊരു തമിഴ്നാട് സ്വദേശിയും പോലീസ് പിടികൂടി. ഇയാൾ പണം ഏറ്റുവാങ്ങാൻ വന്നതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുക എന്നത് ഏതൊരാളുടെയും വലിയ സ്വപ്നമാണ്. അത് വിദേശത്തേക്കാണെങ്കിൽ സന്തോഷം ഇരട്ടിയാകും. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ചിലർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളു കുറയായി. ഒടുവിൽ പോലീസ് പ്രതിയെ പിടികൂടിയ രീതി ഒന്ന് കാണണം. മൂവാറ്റുപുഴ സ്വദേശി അനിൽകുമാറിനെ വീട് വളഞ്ഞാണ് പോലീസ് പൊക്കിയത്. പോലീസിനെ കണ്ട് വീടിന് മുകളിൽ ഒളിച്ച പ്രതിയെ തന്ത്രപരമായി താഴെയിറക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതിയെ പോലീസ് വീട് വളഞ്ഞ് പിടികൂടുന്ന ദൃശ്യങ്ങളാണിത്. കൊല്ലം ഏരൂലിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അനിൽകുമാറിനെ സാഹസികമായി പോലീസ് പിടികൂടിയത്. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ യുവതിയിൽ നിന്നും അനിൽകുമാർ 10 ലക്ഷം രൂപയാണ് വാങ്ങിയത്. ഒടുവിൽ ജോലിയുമില്ല, പണവും തിരികെ കിട്ടിയില്ല. ഇയാളെ ഫോണിൽ കിട്ടാതെയുമായതോടെ യുവതി പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷിച്ചെത്തുമ്പോഴെല്ലാം ഒളിവിൽ പോകുന്നതായിരുന്നു പ്രതിയുടെ രീതി. പലയിടങ്ങളിലായി മാറി മാറി താമസിക്കുകയായിരുന്ന അനിലിനെ ഏരൂരിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. പ്രതിയുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് എത്തിയെങ്കിലും കതക് തുറന്നില്ല. തുടർന്ന് ഏരൂർ പോലീസും പേരൂർക്കട പോലീസും ചേർന്ന് വീട് വളഞ്ഞു. ടെറസിന് മുകളിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഏറെ നേരത്തെ ശ്രമത്തിലൂടെയാണ് പിടികൂടിയത്. കൂടുതൽ പേരെ അനിൽകുമാർ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരമെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. മലപ്പുറം പരപ്പനാങ്ങടിയിൽ 350 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടിയത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ MDMA വേട്ടയാണിത്.
കോഴിക്കോട് മുക്കത്തും കുന്നമംഗലത്തും പോലീസും എക്സൈസും സംയുക്തമായി റെയ്ഡ് നടത്തുന്നുണ്ട്. വിവിധ ഹോട്ട്സ്പോട്ടുകളിലും നേരത്തെ ലഹരി കേസുകളിൽ പിടിയിലായ പ്രതികളുടെ വീടുകളിലുമാണ് പരിശോധന. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിലായിരുന്നു വൻ MDMA വേട്ട. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരിൽ നിന്ന് 350 ഗ്രാം MDMA എക്സൈസ് പിടികൂടി. ബംഗളൂരുവിൽ നിന്നും MDMA വിതരണത്തിനായി കൊണ്ടുവരുന്നതിനിടെയാണ് സംഘം എക്സൈസിന്റെ വലയിലായത്. കടലുണ്ടി കടവിൽ വെച്ച് ഇത് മറ്റൊരാൾക്ക് കൈമാറാനാണ് എത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു. രാത്രി മുഴുവൻ കാത്തുനിന്ന എക്സൈസ് സംഘം രാവിലെയോടെ ഇവരെ പിടികൂടുകയായിരുന്നു. MDMA ആർക്ക് വേണ്ടിയാണ് കടത്തിയതെന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലേക്ക് MDMA കൊണ്ടുവരുന്ന ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണികളാണ് പിടിയിലായവർ. അതേസമയം ലഹരിക്കെതിരെ പോരാട്ടം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ശക്തമാവുകയാണ്. മുക്കം പോലീസും കുന്നമംഗലം എക്സൈസും സംയുക്തമായി മുക്കം നഗരസഭയിലെയും കാരശ്ശേരി പഞ്ചായത്തിലെയും ഹോട്ട്സ്പോട്ടുകളും നേരത്തെ ലഹരി കേസുകളിൽ അറസ്റ്റിലായ പ്രതികളുടെയും വീടുകളിൽ റെയ്ഡ് നടത്തി. ലഹരിക്കെതിരെ കേരള എക്സൈസിന്റെ ക്ലീൻ സ്റ്റേറ്റിന്റെയും കേരള പോലീസിന്റെ ഡി ഹണ്ടിന്റെയും ഭാഗമായിട്ടാണ് പരിശോധന. എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടും മുൻ NDPS കേസിൽപ്പെട്ട പ്രതികളുടെ വീട്ടിൽ NDPS വിൽപ്പനയ്ക്കായി കൈവശം വെച്ച് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നമ്മൾ റെയ്ഡ് കണ്ടക്ട് ചെയ്യുന്നത്. നിലവിൽ ഇന്ന് റെയ്ഡ് കണ്ടക്ട് ചെയ്തതിൽ നമുക്ക് കോൺട്രാബാൻഡ് ഐറ്റംസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തുടർന്നും ഇത്തരത്തിലെ മുൻ കേസുകളിൽപ്പെട്ട പ്രതികളുടെ വീട് വീണ്ടും റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ സെർച്ച് വീണ്ടും തുടർന്നു പോകുന്നുണ്ട്. പുലർച്ചെ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡ് 9 മണിയോടെയാണ് അവസാനിച്ചത്. മുക്കം SI ശ്രീജിത്തിന്റെയും കുന്നമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ TK നിഷിൽ കുമാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് 18 മലപ്പുറം, കോഴിക്കോട്. നോക്കുകൂലി സമ്പ്രദായം തന്നെ നിർത്തലാക്കിയെന്നാണ് പല തൊഴിലാളി സംഘടനകളും അവകാശപ്പെടുന്നത്. എന്നാൽ പലയിടത്തും തൊഴിലിന്റെ പേരിൽ ഗുണ്ടായിസം കാണിക്കുന്ന തൊഴിലാളി നേതാക്കളുണ്ട്. പാലക്കാട് കുളപ്പുള്ളിയിൽ തൊഴിൽ തർക്കത്തെ തുടർന്ന് CITU പ്രവർത്തകർ കട ഉടമയെ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. എന്നാൽ കാർഡില്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് CITUവിന്റെ വിശദീകരണം. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. കയറ്റിറ കേന്ദ്രം സ്ഥാപിച്ചതിനെതിരെ കഴിഞ്ഞ 10 ദിവസത്തിലധികമായി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ കുടിൽകെട്ടി സമരം നടത്തുകയാണ് CITU. വാഹനത്തിൽ കമ്പി കയറ്റുന്നതിനിടെ ഇന്ന് രാവിലെയാണ് കയ്യേറ്റമുണ്ടായത്. പ്രകാശ് സ്റ്റീൽസിലെ തൊഴിലാളികൾ കമ്പി കയറ്റുന്നത് തടഞ്ഞ CITU ഉടമ പ്രകാശിനെ കയ്യേറ്റം ചെയ്തു. ദൃശ്യങ്ങൾ പിന്നീട് പ്രകാശ് തന്നെ പുറത്തുവിട്ടു. ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരെന്നെ തെറി പറഞ്ഞു, എന്നെ പിടിച്ച് തള്ളി, എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല, എല്ലാം അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ സ്ത്രീകളെ വേണ്ടാത്ത ഒരുപാട് തെറികൾ പറഞ്ഞവർ. കാർഡുള്ള ജീവനക്കാർ കയറ്റിറക്ക് ചെയ്യണമെന്നാണ് ലേബർ ഓഫീസർ വിളിച്ച യോഗ തീരുമാനമെന്നാണ് CITUവിന്റെ പ്രതികരണം. അത് പാലിക്കാൻ തയ്യാറാകുന്നതിന് പകരം ലേബർ കാർഡില്ലാത്തവരെ കൊണ്ട് കയറ്റിറക്ക് ചെയ്യിക്കുന്നുവെന്നും CITU ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ഷേമ ബോർഡിൻ്റെ ഓഫീസിൽ വെച്ച് അനുരഞ്ജന ചർച്ച ഉണ്ടായിരുന്നു. അതിൽ DLOയും അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 26A ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക് നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 മാസം മുൻപായിരുന്നു കയറ്റിറക്ക് യന്ത്രം സ്ഥാപനത്തിലെത്തിച്ചത്. യന്ത്രം കൊണ്ടുവന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്നാണ് CITUവിന്റെ ആശങ്ക. ചർച്ചയിൽ 2 പേർക്കേ തൊഴിൽ നൽകാൻ കഴിയുമെന്ന് ഉടമ അറിയിച്ചെങ്കിലും 4 പേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്ന നിലപാടായിരുന്നു CITUവിന്. അപ്പോഴേക്കും വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉടമ നേടുകയായിരുന്നു. എന്നാൽ 2 പേർക്കെങ്കിലും തൊഴിൽ നൽകാതെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് CITUവിന്റെ നിലപാട്. ന്യൂസ് 18 പട്ടാമ്പി.
മലപ്പുറം പാണ്ടിക്കാട് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ വെടിയുതിർത്ത കേസാണ് പോലീസ് പട്രോളിംഗ് പരിശോധിക്കുന്നത്. കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ കൂടി പിടിയിലായിരിക്കുന്നു. ഒന്നാം പ്രതി റഫീഖിനെയും കൂട്ടാളികളെയും പെരിന്തൽമണ്ണയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള മറ്റ് 17 പേർക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ്. ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വെടിയുതിർത്ത മഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിരിമുത്തു, 2ാം പ്രതി തോരൻ അബ്ദുൾ അസീസ്, 4ാം പ്രതി മുഹമ്മദ് മഹറൂഫ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് പാണ്ടിക്കാട് CI പ്രകാശനും സംഘവും പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 5 മുതൽ 14 വരെ പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു. സംഭവത്തിൽ 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മറ്റ് പ്രതികളായ 17 പേർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ചെമ്പ്രശ്ശേരിയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പൊലി ഉത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി ലുക്മാനുൽ ഹക്കീമിനാണ് വെടിയേറ്റത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊട്ടടുത്ത പ്രദേശത്തുകാർ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. ചെമ്പ്രശ്ശേരി ഈസ്റ്റ്, കൊടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ന്യൂസ് 18 തിരൂർ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം തെരുവ് യുദ്ധത്തിലേക്കാണ് നീങ്ങിയത്. പിന്നീട് പോലീസിന് നേരെയായി കയ്യാങ്കളി. ഒടുവിൽ പോലീസ് SFI സംഘർഷത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് SFIക്കാർക്കെതിരെ കേസ്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സംഘർഷം നിയന്ത്രിക്കാനായി പോലീസ് സ്ഥലത്തെത്തുകയും സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥിയെ പിടികൂടി പോലീസ് വാഹനത്തിൽ കയറ്റുകയും ചെയ്തു. വിദ്യാർത്ഥിയെ കൊണ്ടുപോകുന്നതിനെ എതിർത്ത ഒരു സംഘം SFI പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ജീപ്പിൽ നിന്നും വിദ്യാർത്ഥിയെ മോചിപ്പിച്ചു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന SFI പ്രവർത്തകരായ 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് SFI, DYFI, CPM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രി സംഘടിച്ചെത്തി. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഇതോടെയാണ് CPM, DYFI, SFI പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തത്. 25 പേർക്കെതിരെയാണ് കേസ്. ന്യൂസ് 18 തൊടുപുഴ. ഈ സമീപകാലത്ത് ഇറങ്ങിയ നാരായണിന്റെ 3 ആമക്കൾ എന്ന സിനിമ ചിലരൊക്കെ കണ്ടു കാണും. സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള പ്രണയവും വഴിവിട്ട ബന്ധങ്ങളും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? എന്നാൽ ഇങ്ങനെ പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം ആലുവയിലുണ്ടായി. ആലുവയിൽ 10ാം ക്ലാസ്സുകാരി 8 മാസം ഗർഭിണിയായപ്പോഴാണ് വീട്ടുകാർ പോലും ആ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത്. സംഭവത്തിൽ അവരുടെ ബന്ധുവായ 18കാരനെതിരെ പോലീസ് കേസെടുത്തു. മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിയുന്നതുവരെയും വീട്ടുകാരും കുട്ടി പഠിച്ച ആലുവയിലെ സ്കൂളും വിവരം മറച്ചുവെച്ചോ എന്ന് പോലീസിന് സംശയമുണ്ട്. ഈ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ വീഴ്ചയാണോ അതോ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വിള്ളലാണോ?
ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.